ഗൈസ് ദിസ് ഈസ് ഡേ 18 ഓഫ് എഡെക്സ് ലൈഫ് സ്കൂൾ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേഹയുടെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി എന്തൊക്കെയാണ് നടന്നത് നമുക്ക് കണ്ടാലോ. Okay, frame the questions or frame the sentences by using these words. Okay, your time starts now. One person, 5 questions. Do it now. Only 5 you need to. You did that for me. Did നമ്മൾ പ്രസന്റിൽ യൂസ് ആക്കുമ്പോൾ ഡിഡ് യൂസ് ആക്കൂല. ഇഫ് ഐ വോണ്ട് ടു ആസ്ക് അവന് ചെയ്യാൻ പറ്റുമോ, അപ്പൊ എന്ത് ചെയ്യാ, ഡു യൂസ് ആക്കാം. അപ്പോൾ ക്യാൻ യു ഡു ദാറ്റ് ഫോർ മീ, ക്യാൻ യു ഡു എ ഫേവർ ഫോർ മീ, അങ്ങനെ യൂസ് ആക്കാം കേട്ടോ. ആവും, പക്ഷെ ഇവൻ എന്താ കാട്ടി, ക്യാൻ യു ഡിഡ് ദാറ്റ് ഫോർ മീ. ഡിഡ് റോങ് ആണ് അവിടെ. ഡിഡ് നമ്മൾ എന്ത് യൂസ് ആക്കണേ, പാസ്റ്റ് ടെൻസ്ക്ക് വേണ്ടിയാണ് യൂസ് ആക്കണേ. ഹാഡ് പാസ്റ്റ് ടെൻസ്ക്ക് വേണ്ടിയാണ് യൂസ് ആക്കണേ. അപ്പൊ പ്രസന്റ് ചോദിക്കുമ്പോൾ അത് വരൂല. മനസ്സിലായോ? പ്രസന്റിന്റെ കാര്യം നമ്മുടെ ഹാവ് യൂസ് ആക്ക, ആര് യൂസ് ആക്ക, ഈസ് യൂസ് ആക്ക, ഡു യൂസ് ആക്ക. മനസ്സിലായോ? യെസ്. ഡിഡ് യു കംപ്ലീറ്റ് യുവർ ബുക്ക്. ജി പാസ്റ്റിന്റെ കാര്യം ചോദിക്കണം. ഡിഡ് യു കംപ്ലീറ്റ്, നീ കംപ്ലീറ്റ് ആക്കിയോ, ഡിഡ് യു കംപ്ലീറ്റ്, അങ്ങനെ. അപ്പോൾ ക്യാൻ യു ഡു ദാറ്റ് ഫോർ മീ ഓർ ക്യാൻ യു ഡു എ ഫേവർ ഫോർ മീ. ഫേവർ എന്താ, അതാണ് പറയുന്നത്. ഡസ് പറയുമ്പോൾ ഒരു വേറെ ആളുടെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഫാത്തിമ ഷാരിഖാന്റെ വേണ്ടി ചോദിക്കുമ്പോൾ അവിടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നോ, ഡസ് ഷി കെയിം ഹിയർ യെസ്റ്റർഡേ, അങ്ങനെ യൂസ് ആക്കാം ഡസ്. ഇപ്പോ ഞാൻ ജാസിന്റെ കുറിച്ചിട്ട് ചോദിക്കാനേ, ഡസ് ഹി ഹാവ് കാർ കളക്ഷൻ ഓർ സംതിങ് ഇൻ ഹിസ് ഹോം, അവന്റെ കയ്യിൽ എന്തെങ്കിലും കാർ കളക്ഷനോ, അപ്പൊ ഡസ് യൂസ് ആക്കാം. അവിടെ ഡു യൂസ് ആക്കാൻ പറ്റൂല. ഡു എന്താണ്, നമ്മൾ പ്രസന്റ് ആയിട്ട് യെസ് നമ്മുടെ കാര്യം പറയാന്, യെസ് ഐ ഡു ദാറ്റ്, അല്ലെങ്കിൽ ഐ ഹാവ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഡു യൂസ് ആക്കും. മനസ്സിലായോ? ഓക്കെ, യു were discussing or you have a discussion with your team on your product. Okay, then evening session is in English class. Okay, in evening session you had a communication class. Okay. So then complete the feedback form and the diary. Okay, you have completed your diary and your feedback form. Okay. And then I go to. I went. Then after that I went to my shop. Okay, you went to your shop. Correct my catalog. Okay. And you can come to turf. Keep to Come to turf. turf. When after I then. Who won during the? That was excellent. So, can you tell them or can you tell us what did you learn in Mind Gym? I learned stress management. Okay, did you learn how to manage your stress? Yes, I managed my stress, and I learned then he is a difference between stress and he. She said. She is different. She thought the difference between stress and stress. Okay. You stress. Yes. Then after. Oh my God. Then after. After the session. Business section. Okay, after this Mind Gym session, we had a business Okay. section. Then I went to gym. What's wrong with you, Hafiz? And then came back to their room and Came freshened back to room, not their room. Their room means avade room, avalde anganeke vara. Then I fresh now Yes, I freshen up. and I had my breakfast. What is your current action?
സ്വിഗ്ഗിയുടെ ഒരു ആഡ് നടന്നതല്ലേ? സ്വിഗ്ഗിയുടെ ഒരു ആഡ് നടന്നത് ഗ്രൂപ്പിലുള്ള വീഡിയോ ഉണ്ടല്ലോ. ഈ വാല്യൂ നമ്മൾ അതിന് മാർക്കറ്റിങ്ങിനും കസ്റ്റമർ കിട്ടാൻ വേണ്ടി കുറച്ച് സ്പേസ് പൊട്ടിച്ചിട്ടുണ്ടാവൂലേ? ഇപ്പോൾ മറ്റേ അമീൻ ഇക്ക പറഞ്ഞ പോലെ ഒരു ലീഡ് കിട്ടാൻ 1.63 റുപ്പീസ് പോയെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? മനസ്സിലായോ? അതെന്താണ്? ആ കോസ്റ്റ് അനുസരിച്ച് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആണ് അല്ലേ? ഇപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര രൂപക്ക് മാർക്കറ്റിംഗ് ആ കസ്റ്റമർ കിട്ടാൻ വേണ്ടി എത്ര സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ധാരണ നിങ്ങൾക്ക് വേണ്ടത്. അത് നമുക്ക് 499 പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എത്ര രൂപയാണ് നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ? ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് 5,000 എന്ന് ഓഫർ ചെയ്തു. ഒരു സ്റ്റുഡന്റ് നിങ്ങൾ റഫിലാണ് 5,000. അപ്പൊ ഞാൻ സ്പെൻഡ് ചെയ്യണം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എത്രയാണ്? 5,000 ആണ്. ഈ കുട്ടീനെ കിട്ടി എനിക്ക് മനസ്സിലായ ഓർമ്മ ഉണ്ടോ? ഓർമ്മല്ലേ? ആ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിന്റെ ലൈഫ് ടൈം വാല്യൂ കസ്റ്റമർ എത്രത്തോളം ഇവരിങ്ങനെ പ്രോഫിറ്റ് ഫോർകാസ്റ്റ് ചെയ്യാനാണ്, എത്രത്തോളം റിപ്പീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈഫ് ടൈം വാല്യൂല് വരുന്നത്. പിന്നെ എങ്ങനെയാണ് വാട്ട് ഇസ് യുവർ ബേൺ റേറ്റ് ആൻഡ് റൺ വേ, നമുക്ക് എപ്പോഴാണ് പൈസ എത്ര വരുമാനം വന്നില്ലെങ്കിലാണ് നഷ്ടം വരിക, ഇതിനെ കുറിച്ചിട്ടാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് യുവർ ഗ്രോസ് മാർജിൻ ആൻഡ് യൂണിറ്റ് എക്കണോമിക്സ്, എത്രയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഗ്രോസ് മാർജിൻ വരുന്നത്. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റും വേറെ വേറെ തന്നെയാണല്ലോ. അപ്പൊ അതിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും. ഹൗ മച്ച് ഫണ്ടിങ് ആർ യു റേസിംഗ് ആൻഡ് ഹൗ വിൽ യു യൂസ് ഇറ്റ്, എത്ര രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആവശ്യം വരുന്നുണ്ട്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വൈ ആർ യു ദ റൈറ്റ് ടീം ടു സോൾവ് ദിസ്, നിങ്ങൾ എങ്ങനെയാണ് എന്താ പറയുക ഇതിനെ സോൾവ് ചെയ്യും, നിങ്ങൾ ടീമിനെ എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫീഖ് MCA ടെക് ആ സാധനം, ഞാൻ MBA, ഈ രീതിക്ക് ടെക്കും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ടീമിനെ പറഞ്ഞൂടെ ആ രീതിക്കാട്ടോ. പിന്നെ വാട്ട് ഇസ് യുവർ ബിസിനസ് മോഡൽ ആൻഡ് സ്കെയിലബിലിറ്റി, എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്തായാലും സ്കെയിലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം. ടെക്നോളജി ആൻഡ് AI യുവർ ബിസിനസ്സിൽ എങ്ങനെയാണ് AI നിങ്ങളുടെ ബിസിനസ്സിൽ AIക്ക് യൂസ്ഫുൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് യുവർ ആയിട്ട് എന്ത് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത രീതിക്ക് ഉറക്കവും പ്രയറും ഫുഡൊക്കെ എന്ത് ചെയ്യുക ആ രീതിക്ക് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ കേട്ടോ. ഇത്ര നിങ്ങൾ സ്മാർട്ട് വർക്കിൽ ഇരുന്ന് സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. ടൈം പങ്ക്ച്വൽ ആവുക, കാര്യങ്ങൾ ചെയ്യുക, ഇതിനെ ക്യാൻസർ കണ്ടെത്തണം. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ഒന്ന് ഒരു ഹാക്കത്തോൺ പോലെ എന്ത് ചെയ്യാം, ഒന്ന് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യാം. എല്ലാ ടീമിലും ലാപ്ടോപ്പ് ഒക്കെ അല്ലേ? ടീം സ്പെക്സ് ഏതുവരെ എത്തിയ അപ്ഡേഷൻ ഉണ്ടായി ഫ്രൈഡേ സെറ്റ് ആവോ? നമ്മള് ഞാനല്ലേ പിന്നെ പറയട്ടോ. ഞാനിപ്പോൾ ലോഗോ ഉണ്ടാക്കാൻ പോവാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യും. പിന്നെ ബാക്കിയുള്ള 2 ടീമാണ് ഞങ്ങളെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ പ്രൊഡക്റ്റ് സ്പെക്സ് ആണ്, ബ്ലൂ കട്ട് സ്പെക്സ് ആണ് ഞങ്ങൾ പ്രൊഡക്റ്റ്. ഗെയിമേഴ്സും പിന്നെ IT വർക്കേഴ്സ് അവരാണ് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹായ് ഗൈസ്. ഹലോ. സോ ഏതാണ് ടീം, എന്താണ് പ്രൊഡക്റ്റ്? ഞങ്ങൾക്കിടെ ടീമിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കിടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ടോയ്സ് ആണ്. പിന്നെ നിങ്ങൾ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ തന്നെയാണ്? കസ്റ്റമേഴ്സ് വരുന്നത് പേരൻസ് ആണ്, കൺസ്യൂമേഴ്സ് ആണ് കുട്ടികൾ. ക്ലാരിറ്റി ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതുവരെ ആയ അപ്ഡേറ്റ്സ്, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുണ്ട്? ഇപ്പോൾ ബ്രാൻഡ് നെയിം ആയിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താ ബ്രാൻഡ് നെയിം? ബ്രെയിനി ബി. റീസൺ നമ്മൾ കുറേ പേര് സെർച്ച് ചെയ്തപ്പോൾ അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ ബ്രെയിന് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ബ്രാൻഡ്. പിന്നെ ഓൾറെഡി കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. തീർച്ചയായും ആളൊരു ഫ്രാഞ്ചൈസി എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ബ്രെയിനി ബി എന്ന് പറഞ്ഞൊരു വേറൊരു ഷോപ്പ് തന്നെ തുടങ്ങിക്കോളാന്ന് ആള് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ കുറിച്ച് തന്നെ കിടക്കുന്നതായിരിക്കും, നമുക്ക് ബാക്കി കണ്ടറിയാം. What is the update till now, Shanim? അപ്ഡേറ്റ് ഇല്ല.
We are working on സാറ് തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചാൻ പോവാണ്. സാർ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് എത്ര ചോദ്യം തന്നിക്കണേ? 30 ചോദ്യം. ഓക്കെ, 30 ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പോകണം. എത്ര ഡേയ്സ് വേണ്ടി വരും ഈ ഉത്തരം കണ്ടുപിടിക്കാൻ? 30 മണിക്കൂറോളം നമുക്ക് തന്നിട്ടുണ്ട്. ടാസ്ക് ആണ് അല്ലേ? ടാസ്ക് ആണ്. ഓക്കെ, നമ്മുടെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ല, പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത്. ചോദ്യം കുറച്ച് ടഫാണ്, ഉത്തരം ടഫ് ആവുമെന്ന് വിചാരിക്കും. ലെറ്റ്സ് ഡു ദിസ് ഗൈസ്, ഓൾ ദി വെരി ബെസ്റ്റ്.